നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ആ ദിയാസന തന്നെയാണ് ഡിലീറ്റ് ആക്കിയിരിക്കുന്നത്. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചെന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ചൊരു പയ്യന്റെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തു. ഞാൻ നിങ്ങളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് റോഷ്നി നീ വീർന്നോളെ നിന്റെ എല്ലാ കാര്യവും നിങ്ങൾ സ്വർണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനം കൊണ്ടല്ലോ തെളിവ് സഹിതം ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും. ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ലവലേശം ഇല്ലാത്തൊരു സ്ത്രീ എല്ലാം ചെയ്തു വച്ചിട്ട് ഇപ്പൊ വന്നിരുന്ന നല്ല വെള്ള ചമയാൻ ഉളുപ്പ് വേണം മനുഷ്യന്മാരായാലും കുറച്ചെങ്കിലും. എല്ലാ വോയിസും എല്ലാ കാര്യങ്ങളും വല്ല മീഡിയാസിന് ഇട്ട് കൊടുക്കുന്നത് ഇവര്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ഇരുന്നിട്ട് അയ്യോ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യല്ലേ, ഇറങ്ങി പോതള്ളേ. വല്ല അക്കൗണ്ടും ഡിലീറ്റ് ആക്കിയിട്ട് വല്ല മൂലയ്ക്കും പോയിരിക്കും. വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് സേവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് അത് ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനൽ വരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ആരാ ലീക്കാക്കിയേ? നിങ്ങള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഓരോ ചാനലിനും അയച്ചു കൊടുത്തിട്ട് പബ്ലിഷ് ചെയ് എന്ന് പറഞ്ഞ് അവര് പബ്ലിഷ് ചെയ്തപ്പം ഇപ്പൊ വന്നിരുന്ന് പറയുന്ന കേട്ടില്ലേ, ലീക്കായ വോയിസ് നിങ്ങൾ നിയമവശം അറിയാതെ പ്ലേ ചെയ്യരുത് പോലും. ഈ വോയിസ് റെക്കോർഡ് ആ 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എന്റെ വോയിസ് റെക്കോർഡും ഇപ്പൊ പല ചാനൽ നിങ്ങൾ അയച്ചു കൊടുക്കാതെ ഒരു ചാനലിലും ഈ സാധനം കിട്ടിയിട്ടില്ല. നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഏത് ചാനലാണോ ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് അതിനുശേഷമാണ് ഓരോ ആൾക്കാരും എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. വന്നിരുന്ന് നല്ല വെള്ള ചമയാൻ നോക്കല്ലേ സജിനെ. നിങ്ങൾ ഭൂലോക തരികിടയാണെന്നുള്ളത് നിങ്ങളുടെ കുറച്ച് നാളത്തെ വീഡിയോ കൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിൽ എനിക്ക് നീല എടുത്തിടാം. പക്ഷെ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഈ പെൺകുട്ടിയുടെ പേരടക്കം നിങ്ങൾ ആർക്കാണോ ഈ വീഡിയോ അയച്ചു കൊടുത്തത് അവരിത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കൊച്ചിന്റെ പേര് കട്ട് ചെയ്യായിരുന്നല്ലോ. നിങ്ങൾ കട്ട് ചെയ്തോ? ഇല്ല. നിങ്ങൾ ആ റെക്കോർഡ് അതുപോലെ എടുത്തിട്ട് ആർക്കാണോ അയച്ചു കൊടുത്തത് അവരത് അതുപോലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാണ് ആ കൊച്ചിന്റെ പേരും ഡീറ്റെയിലും ആൾക്കാർ അറിയുന്നത്. നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കല്ലേ അവിടെ ഇരുന്നിട്ട്. ഇത് എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലില് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനൽ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല യൂട്യൂബ് നിങ്ങൾ എല്ലാ കാര്യത്തിലും ദിയാസനേനെ വലിച്ചിടുന്ന എന്തിനാ? അവര് നിങ്ങളുടെ കുറെ കാര്യങ്ങൾ പുറത്തു വിട്ടോണ്ടാണോ എല്ലാ കാര്യത്തിലും നിങ്ങൾ ദിയാസനേനെ വലിച്ചിടുന്നത്? നിങ്ങളുടെ റസൽ പൂക്കറ്റിന്റെയും കുറെ കാര്യങ്ങൾ ദിയാസന പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നോ? അതുകൊണ്ടായിരിക്കും അല്ലേ? പകരത്തിന് പകരം എന്തുണ്ടായാലും ദിയാസനയുടെ തലയിൽ കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കുക. ആ പെങ്കൊച്ചിനെ വിളിച്ചിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ട്, നീ എനിക്ക് എന്റെ മോളെ പോലെയാണ്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും പബ്ലിഷ് ചെയ്യത്തില്ല, വേറെ ആൾക്കാർ അറിയത്തില്ല, നിന്നെ ഞാൻ സേഫ് ആക്കിക്കോളാം. എന്നിട്ട് ഇതേ നിങ്ങള് ആ പെൺകുട്ടിയുടെ പേരടക്കം വെച്ചിട്ടുള്ള വീഡിയോസ് അയച്ചു കൊടുത്തു. വോയിസ് റെക്കോർഡ് അയച്ചു കൊടുത്തു. ഇപ്പൊ ആ കുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും വീട്ടിൽ അറിഞ്ഞിട്ടില്ല എന്ന് ആ കൊച്ചന്ന് ആ വീഡിയോയില് വോയിസിൽ പറയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അറിഞ്ഞാണല്ലോ ആ പെങ്കൊച്ചിന്റെ ആ വീട്ടിലെ അവസ്ഥ, ആ വീട്ടുകാരുടെ അവസ്ഥ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ അവിഹിത കേസില് ഇപ്പം പുറത്തുള്ള ആൾക്കാർ വരെ നിങ്ങൾ വലിച്ചിടുന്നുണ്ട്. നിങ്ങൾ അവിഹിതത്തിന് പോയിട്ട് അതിപ്പം എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കൂടെ വലിച്ചങ്ങ് ഇട്ടേക്കണം. എങ്ങനെയാണെങ്കിലും എനിക്ക് എന്റെ ഭാഗം സേഫ് ആക്കണം, ന്യായീകരിക്കണം, എന്നെ ആരും ക്രൂശിക്കാൻ പാടില്ല. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ പിന്നെ ആര് വന്നാലും ആര് ബലിയേടായാലും ആരെന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്.
ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എളുപ്പമില്ലാത്ത ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ന്യായീകരിക്കുക. ഒപ്പരം നിൽക്കുന്നവനാണെങ്കിൽ കോഴി, അവന് നട്ടലും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. ഈ നിമിഷം വരെ അവന് വാതുറന്ന ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഓസ്കാർ മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നുണ്ട്. സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ അല്ലെങ്കിൽ നട്ടല് കാണിക്കണം. ഇത്രയും വിവാദങ്ങൾ നിങ്ങളുടെ പേരും കൂടെ കൂട്ടി വലിച്ചിട്ടാണ് നടക്കുന്നത്. അതിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ നാവ് പൊന്തുന്നുണ്ടോ? പൊന്തുന്നില്ലല്ലോ. തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട് ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ. അപ്പൊ ദിയ, നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി, സംഭവിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം അത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നില്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ ദിയക്ക് ഒരു വിശ്വാസമില്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസന കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം ഇപ്പൊ കാണിച്ചത് ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾ ലീഗൽവശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ഓ അമ്മച്ചി, ചെയ്തേക്കാം അങ്ങോട്ട്. പോവാതള്ളേ, ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് വന്നിട ഇപ്പം നല്ല വെള്ളം ചമ്മയം നിൽക്കുക. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നത്, ഇത് ആര് വഴി വന്നു, ഇങ്ങനെയാണെന്നുള്ള എല്ലാം വഴി വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. എന്ത് തേങ്ങക്ക് ചാനൽ പൂട്ടണം? നിങ്ങൾ കാണിച്ച തോന്നിയവാസത്തിന് ഞങ്ങൾ എന്തിനാ ചാനൽ പൂട്ടണം? ചാനൽ പൂട്ടണമെങ്കിൽ ആദ്യം പൂട്ടേണ്ടത് നിങ്ങളുടെ ഈ ചാനൽ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ്. കാരണം അമ്മ അതിന്റെ കയ്യിലിരിപ്പ് അതല്ലേ നിങ്ങളുടെ. എത്രയോ പോസ്റ്റ് കൂടി ഞങ്ങൾ തന്നെ വന്നു. അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്തൊരു പൂർത്തിയാവാത്തൊരു കൊച്ചിന് ആ സമയത്ത്, ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് നിങ്ങൾ ജീവിതയാണ്, തേങ്ങാക്കൊലയാണെന്ന് നിങ്ങൾ ഇപ്പം വന്ന് പറയുന്നുണ്ട്. ആ പെങ്കുച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടായിരുന്നോ? ആ കുട്ടിയുടെ ആഫ്റ്റർ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുമല്ല നിങ്ങൾ ആലോചിച്ചായിരുന്നോ? നിങ്ങൾ ഒന്നും ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ബലിയാടാക്കിയപ്പം ആ കൊച്ചിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഇട്ടിട്ട് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ ഇത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്ക് ആവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ. എന്തായാലും എന്റെ തലയിൽ വരത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനലിൽ വെച്ചിട്ടുണ്ട്. അവർക്കും ഈ ലീഗൽ വശം ആയതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല. സ്വയം ലീക്ക് ആക്കിയിട്ട് കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുന്ന ഉളുപ്പില്ലാത്ത സ്ത്രീ എന്നിട്ട് വി.ഡി. സതീശൻ സാറിനെ പോയി കാണാൻ പോയേക്കുന്നു. എന്ത് തേങ്ങക്ക് ഇവരുടെ അവിഹിതത്തിന് കൂട്ടു നിൽക്കാനോ? ആയിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുക, വീണ്ടും വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നോണ്ടിരിക്കുക. മാങ്ങാത്തൊലി ഈ വീഡിയോ പുറത്തിട്ടേക്കുന്നത് ഷഫീന ബീവിയാണ്. ഷഫീന ബീവിയും ദിയയും തമ്മിലുള്ള യുദ്ധം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഷഫീന ബീവി ദിയാസന ഇത് കൊണ്ടുപോയി ഷഫീന ബീവിക്ക് കൊടുക്കോ? ഇപ്പൊ കൊടുത്തു തന്നെ. ഒന്ന് പോകളവി, നിങ്ങൾ ആരെ ഈ പൊട്ടനാക്കാൻ നോക്കുന്നേ? ഞാനിപ്പം എന്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ അവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പേടിക്കുന്നില്ല, വന്ന് ചെയ്തേനെ. ദിയാസന ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ. അതല്ലാതെ ഡേറ്റുകളും മറിച്ചൊന്നും കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ നേരത്തെ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരും. എന്നെ കുറിച്ചൊരു വല്ലാത്ത രീതിയിൽ ഒരു പെൺകുച്ചും പറഞ്ഞിട്ട് അവളെ ഡീറ്റെയിൽസ് പയ്യെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അവൾ എന്താണെന്നുള്ളത് ഞാൻ കുറെ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ
റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക, റോഷിനിയുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കുറെ തെളിവുകൾ നാട് മൊത്തം ഓരോ വോയിസ് എവിടെന്നേലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉള്ള സോഷ്യൽ മീഡിയക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ല, ദയവ് ചെയ്ത് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യണം, എന്റെ കയ്യിൽ നിന്ന് ഹാക്ക് ആയി പോയതാണ്. എന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോവാ. പ്ലീസ് പ്ലീസ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങൾ ചാനലുകാരടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് കൊണ്ടുപോവാ. നിങ്ങള് തെളിവ് സഹിതം ഞാൻ സേഫ് ആവാനുള്ള ശ്രമം, നിങ്ങളുടെ ഉടായ്പകളൊക്കെ പുറത്തു വരുന്നതനുസരിച്ച് നിങ്ങൾ അതൊക്കെ കൊണ്ട് വേറൊരാളുടെ തലയിലിട്ടിട്ട് അവരുടെ ആണ് കുറ്റം, അവരാണ് എല്ലാം ചെയ്തതെന്ന് പറയിക്കാൻ നോക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. വ്യക്തികളുടെ ദിയാസന, ആൻമരിയ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഷ്നി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം, അതായത് ദിയാസനയുടെ എനിക്ക് അറിയില്ല, ദിയാസനയുടെ അറിയാവുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എന്റെ വീട്ടിൽ വന്നിട്ടുള്ള അങ്ങനെ നല്ല പല പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം, ആൻമേരി പറഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് പറഞ്ഞതാ, കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട്, എന്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം, 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചത്, 5 അവന്മാരെ പറ്റിച്ചെന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ മുങ്ങിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഈ ചൂടിന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ, പാവം പിടിച്ചൊരു പയ്യന്റെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തത് ഞാൻ നിങ്ങളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോ വേർത്ത് വന്നപ്പോ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ചു കളഞ്ഞിട്ട് അടുത്തവന്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകള് തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച, ആ കുടുംബം പോയി നശിപ്പിച്ചെന്റെ അവരെല്ലാം നിന്റെ അടുത്ത് റിവെഞ്ച് വേണ്ടി തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണുങ്ങളില്ല മോളെ. ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു മോളെ. ആണുങ്ങളാ, അവർക്ക് രീതിയിൽ ഇറങ്ങാനേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അതിരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ റോഷി, നീ വീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യവും നിങ്ങൾ സ്വർണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനം കൊണ്ടല്ലോ തെളിവ് ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ. കേട്ടല്ലോ, വോയിസ് റെക്കോർഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരാണടെ എല്ലാ ചാനലിനെയും വിളിച്ചിരുത്തിയിട്ട് ഇന്ന വോയിസ് ഉണ്ട്, ഇന്നതെടുത്തിട്ടോ, മറ്റേതാണ്, മറിച്ചതാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നും പറഞ്ഞ് കൊടുക്കുന്നത്. എന്നിട്ട് കുറ്റം അവസാനം വന്നിട്ട് നിങ്ങളല്ലേ ഇതൊക്കെ എടുത്ത് പുറത്തിട്ടത്, നിങ്ങളാണ് ഇതിന്റെ കാരണം, നിങ്ങൾ കാരണമാണ് ഇങ്ങനെ ആയത്. ഞാൻ പറഞ്ഞില്ല, ഈ സ്ത്രീക്ക് ഒരു ഉടുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാ ഇനിയും വന്നു മെഴുകും, ഇനിയും ഇരുന്ന് വന്നു മെഴുകും ഇവര്. ശരി എന്നാ.